ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടൊരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു കർഷകൻ താമസിച്ചിരുന്നു. കഠിനാധ്വാനിയായിരുന്ന അദ്ദേഹം വർഷം തോറും തന്റെ കൃഷിയിടത്തിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുമായിരുന്നു. എന്നാൽ വാർദ്ധക്യ സഹജമായ അവശതകളാൽ അദ്ദേഹത്തിന് ആ വർഷം കൃഷി ഇറക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മകൻ അന്നൊരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. നിസ്സഹായനായ ആ പിതാവ് തന്റെ സങ്കടം മകനെ ഒരു കത്തിലൂടെ അറിയിച്ചു. പ്രിയപ്പെട്ട മകനെ, എനിക്ക് വലിയ വിഷമമുണ്ട്. നിലം കിളയ്ക്കാൻ ഇപ്പോൾ എനിക്ക് കരുത്തില്ല. അതുകൊണ്ട് ഈ വർഷം കൃഷി ഇറക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ സഹായമാകുമായിരുന്നു. കത്ത് കിട്ടിയ മകൻ അച്ഛന് ഇപ്രകാരം മറുപടി എഴുതി: അച്ഛാ, ദൈവത്തെ ഓർത്ത് അച്ഛൻ ആ കൃഷിയിടം മാത്രം കിളയ്ക്കരുത്. ഞാൻ മോഷ്ടിച്ച പണവും സ്വർണവും എല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെയാണ്. എൻ്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ജയിൽ അധികൃതർ പതിവ് പോലെ കത്ത് പരിശോധിച്ചു. പണം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വിവരം അറിഞ്ഞതോടെ അവർ പിറ്റേന്ന് പുലർച്ചെ തന്നെ കർഷകന്റെ കൃഷിയിടത്തിലെത്തി. പണം കണ്ടെത്താനായി അവർ ആ നിലം മുഴുവൻ ഓരോ ഇഞ്ചും ആഴത്തിൽ കിളച്ചു മറിച്ചു. ദിവസം മുഴുവൻ കിളച്ചു നോക്കിയിട്ടും ഒന്നും കണ്ടെത്താനാവാതെ അവർ നിരാശരായി മടങ്ങിപ്പോയി. പിന്നാലെ മകന്റെ അടുത്ത കത്ത് അച്ഛനെ തേടിയെത്തി. അച്ഛാ, ഇപ്പോൾ ആ നിലം മുഴുവൻ കിളച്ച ഭാഗമായിട്ടുണ്ടാകും. ഇനി അച്ഛന് ധൈര്യമായി ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാം. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇരുന്ന് അച്ഛനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഇതായിരുന്നു. ഒരാളുടെ ശരീരത്തെ ചങ്ങലയ്ക്കോ തടവറയ്ക്കോ തടയാൻ കഴിഞ്ഞേക്കാം, എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയെയും ആശയങ്ങളെയും ഒരിക്കലും തടവിലാക്കാൻ സാധിക്കില്ല. സാഹചര്യം എന്തു തന്നെയായാലും വിവേകത്തോടെ ചിന്തിച്ചാൽ ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നതിന് സദൃശവാക്യങ്ങൾ 2:6 നാം വായിക്കുന്നു. ദൈവീകമായ ബുദ്ധിയും വിവേകവുമുള്ള ഒരാളെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം അത് സ്വർഗത്തിൽ നിന്നുള്ള ദാനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പലതരം തടവറകൾ നമുക്ക് ചുറ്റും രൂപപ്പെട്ടേക്കാം. എന്നാൽ അവയൊക്കെ അതിജീവിക്കാൻ ദൈവത്തിന്റെ ജ്ഞാനം മതിയാകും. ലോകം നമ്മെ തടവറകളിലോ പ്രതിസന്ധികളിലോ തളച്ചിടാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും ആത്മീയ ബലത്തിനും യാതൊരു വിലങ്ങുകളും ബാധകമല്ല. ദൈവീകമായ ജ്ഞാനം നമ്മുടെ പക്കലുണ്ടെങ്കിൽ ഏതൊരു ഇരുണ്ട തടവറയ്ക്കുള്ളിലും വെളിച്ചം കണ്ടെത്താനും നിരാശയുടെ മണ്ണിൽ നിന്ന് വിജയത്തിന്റെ വിളവെടുക്കുവാനും നമുക്ക് സാധിക്കും. സാഹചര്യങ്ങൾ നമ്മെ ബന്ധിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾക്ക് ചിറക് നൽകാൻ ആ ദൈവിക ജ്ഞാനത്തിന് സാധിക്കും. അതിനാൽ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് വിവേകത്തോടെ മുന്നേറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.